CPM ഇതുവരെ പിന്തുടർന്നിട്ടില്ലാത്ത വിധം നയം തിരുത്തി പുതുവഴിക്ക് നീങ്ങാനാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനം. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്ന പ്രധാന നയം മാറ്റമാണ് നയരേഖ വഴി CPM മുന്നോട്ട് വയ്ക്കുന്നത്. ചരടില്ലാത്ത ഏത് മൂലധന നിക്ഷേപവും സ്വീകരിക്കുക, പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുക, ഫീസും സർചാർജും വരുമാനവും അനുസരിച്ച് കൂട്ടുക. നവകേരളത്തിനായി CPM മുന്നോട്ട് വയ്ക്കുന്ന പുതുമകൾ ഇവയാണ്. നയരേഖയും പ്രവർത്തന റിപ്പോർട്ടും മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസത്തെ ചർച്ചയും ഈ ദിശയിലേക്കാണ് നീങ്ങുന്നത്. പൊതുവികസനത്തിനും ക്ഷേമവും ഉറപ്പാക്കുമെങ്കിൽ പുതിയ വിഭവ സമാഹരണം കണ്ടെത്തിയേ മതിയാകൂ എന്ന് CPM അർദ്ധശക്തികൾക്കിടയിലെ വ്യക്തമാക്കുന്നു. പൊതുമേഖലയിൽ PP മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് വരുന്നതിനിടയ്ക്കാണ് നയമാറ്റം. സ്വകാര്യ നിക്ഷേപകരോട് CPMന് ഇതുവരെ ഉണ്ടായ എതിർപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൽ നയിക്കാൻ പുതുവഴികൾ എന്ന നയരേഖ. സ്വകാര്യ പങ്കാളികൾക്ക് വാതിൽ തുറക്കുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് എല്ലാറ്റിനും ഫീസ് ഏർപ്പാടാക്കണമെന്നും സെസ് ഈടാക്കണമെന്നും നയരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. നയമാറ്റമാണെന്നത് അംഗീകരിക്കുന്നുവെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. വിഭവ സമാഹരണമാണ് കേരളം ഉയർത്തുന്ന ബദൽ മാതൃകയെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചത്.